കെ.സി. വേണുഗോപാൽ കേരളത്തിൽ തകൃതിയായി പ്രവർത്തനങ്ങൾ നടത്തുകയാണ്. ഒരുപക്ഷെ മുഖ്യമന്ത്രി പദവി അദ്ദേഹം ലക്ഷ്യമിടുന്നു. അത് അങ്ങനെ പറയുന്നത് ശരിയല്ല. അദ്ദേഹം കേരളത്തിലുള്ള ഒരു MP കൂടിയാണ്, കോൺഗ്രസിൻ്റെ MP ആണ്. ആ നിലയ്ക്ക് മറ്റ് MP-മാർക്ക് നൽകിയ അതേ പരിഗണന തന്നെ അദ്ദേഹം സ്വീകരിക്കാറുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരും ഒബ്ജക്റ്റ് ചെയ്യില്ല. അദ്ദേഹം ഒരു സ്റ്റേറ്റ് രാഷ്ട്രീയത്തിലൊക്കെ സജീവമായിട്ട് ഇടപെട്ടാൽ ആരും അതിനെ വിമർശിക്കില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ചെയ്യാറില്ല. അദ്ദേഹം ഇതിനെ കേരളത്തിലുള്ള MP ആയതുകൊണ്ട് കേരളത്തിൻ്റെ പൊതുകാര്യങ്ങൾ അദ്ദേഹത്തിന് അഭിപ്രായമുണ്ട്. അഭിപ്രായം അദ്ദേഹം പ്രകടിപ്പിക്കും. അതിനെ മുഖ്യമന്ത്രി സ്ഥാനമായിട്ട് കൂട്ടിക്കുഴയ്ക്കേണ്ട കാര്യമില്ല. കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയുള്ള പിടിവലി ഉണ്ടാകുമെന്നുള്ള അല്ല, അത് ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ജയിച്ചു വരുന്ന MLA-മാരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടാണ് ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുക. ആ തീരുമാനത്തെ എല്ലാവരും അംഗീകരിക്കും. ആരും ചോദ്യം ചെയ്യില്ല. ഞങ്ങളിപ്പോൾ ചില ആൾക്കാർ പറയും അധികാരത്തിലില്ലാത്തതുകൊണ്ട് ഹൈക്കമാൻഡിനെ ആരും വകവയ്ക്കുന്നില്ല. തെറ്റാണ്. ഞങ്ങൾക്ക് എന്ത് വന്നാലും ഹൈക്കമാൻഡ് തന്നെയാണ് ഞങ്ങളുടെ സുപ്രീം. രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ നേതാവ്. ഖാർഗെയാണ് ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം നൽകേണ്ട ആൾ. അത് ഞങ്ങൾ എല്ലാ കാലത്തും അംഗീകരിക്കും. ഒരു സംശയവും കാര്യത്തില്ല. SNDP NSS ഐക്യം പൊളിഞ്ഞത് അത് കോൺഗ്രസിന് ഗുണകരമാകുമെന്നുള്ള അല്ല, ഞങ്ങൾ സമുദായങ്ങൾ തമ്മിലുള്ള ഐക്യമോ വിയോജിപ്പോ ഞങ്ങളതിന് ഇടപെടാറില്ല. പക്ഷെ അപ്പോഴും നമ്മൾ അന്ന് കണ്ടതാണ് NSS സതീശനെതിരെ നിലപാട് സ്വീകരിക്കുക. അല്ല, അത് NSS ജനറൽ സെക്രട്ടറിക്കുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളാണ് കാരണം. അല്ലാതെ NSS ഒരിക്കലും കോൺഗ്രസിനെതിരായി നിന്നിട്ടില്ല. SNDP-യിൽ വെള്ളാപ്പള്ളി എന്ത് പറഞ്ഞാലും അതിലെ ഒരുപാട് അണികൾ ഇപ്പോഴും കോൺഗ്രസ്സുകാരാണ്. അവർ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ. എന്നാൽ സമുദായ സംഘടന വരുമ്പോൾ അവരുടെ ജനറൽ സെക്രട്ടറിയാണല്ലോ ശ്രീ വെള്ളാപ്പള്ളി. അപ്പോൾ വെള്ളാപ്പള്ളിയോട് സംഘടനയുടെ കാര്യത്തിൽ അവർ കൂടെ നിന്നാൽ ഇലക്ഷന് വോട്ട് ചെയ്യുമ്പോൾ ഒരു കോൺഗ്രസിനെ ചെയ്യും.